ഹായ്, എസ്.എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ അവരെ നമ്മളെ കുറച്ചുകൂടി അധികം സ്നേഹിക്കാൻ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് മുന്നോട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പലരുടെയും വലിയൊരു കംപ്ലൈന്റ് ആണ് കേട്ടോ ഈ പറഞ്ഞത്. അതായത് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ സീരിയസ് ആണോ എന്നുള്ളത് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, സീരിയസ് അല്ലാത്തതുപോലെ തോന്നുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പിൽ ബാക്കിയുള്ള കാര്യങ്ങളും സംസാരിക്കുന്നില്ല, മീൻസ് മാരേജിനെ കുറിച്ചുള്ള കാര്യങ്ങളും സംസാരിക്കുന്നില്ല. ഇങ്ങനെ കുറേ പേര് പറയാറുണ്ട്. അവരെ ഈ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ട് കാണുക എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഭാവിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്സ് അവരോട് തുറന്നു പറയുക എന്നുള്ളതാണ്. ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇത്, തുറന്നു പറയാതിരിക്കുക, മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കുക എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊക്കെ സാധാരണ ആളുകളല്ലേ, നമുക്ക് ആർക്കും ദിവ്യശക്തിയൊന്നും അങ്ങനെ വല്ലാണ്ടെന്നല്ല, അങ്ങനെയില്ല. സാധാരണ ആളുകൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവരോട് തുറന്നു പറയാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് അത് അറിയാൻ പറ്റുക? അപ്പോൾ അവരത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. സോ ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെ നിങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവാതിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തുറന്ന് സംസാരിക്കുക. അങ്ങനെ ആകുമ്പോൾ അവരൊരു മാറ്റത്തിന് തയ്യാറാവാനൊരു ചാൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അത്തരത്തിൽ ഒരു തുറന്ന സംസാരം അത്യാവശ്യമാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഹാപ്പിനെസ് എന്തൊക്കെയാണ്, അതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങളുള്ളത്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. അതേപോലെ അതിനുവേണ്ടി കഠിനമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രയത്നിക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പ്രയോജനം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പ്രയോജനമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ലൈഫ് മുന്നേറണമെന്ന് വിചാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരത് ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ അത്രയും ഉയർച്ചയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിന് കഴിവുള്ളൊരു പേഴ്സൺ ആണെന്ന് തോന്നും. സോ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമുണ്ട്, റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളോട് വല്ലാത്തൊരു റെസ്പെക്റ്റ് അവർക്ക് ഫീൽ ചെയ്യും. അതുതന്നെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ റെസ്പെക്റ്റ് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് നിങ്ങൾ എപ്പോഴും കൂടെ വേണമെന്ന് വിചാരിക്കും. കാരണം നിങ്ങളുടെ വാല്യൂ അവിടെ കൂടിയിരിക്കുകയാണ്. സോ നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോഴും അവർ ആ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഉള്ളതുപോലെ പോകുന്നതിന് പകരമായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളോട് ബഹുമാനം ഉണ്ടെന്ന് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ അവരോടാണ് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ചെറിയ രീതിയിൽ മാറ്റം വരുത്തുക. അതായത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവരുടെ പുറകെ പോകുന്നു എന്നുള്ളത് കാണിക്കാതെ നിങ്ങൾക്ക് സ്വയം നിൽക്കാൻ കഴിയും, സ്വയം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പെക്റ്റ് ആണ് കാണാൻ കഴിയും. അതായത് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും. അത് ബാക്കിയുള്ളവർക്കും അറിയാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, കൂടുതലും എനിക്ക് തോന്നുന്നു ലേഡീസും ചെയ്യാറുണ്ട്, പുരുഷന്മാരും ചെയ്യാറുണ്ട്. കൂടുതൽ ലേഡീസ് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ സ്നേഹിക്കുന്ന ആ ഒരു പയ്യൻ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെടുന്നതിൽ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പരസ്പരം തെറ്റിക്കഴിയുമ്പോൾ, മിണ്ടാണ്ടാവുമ്പോൾ പിന്നെ മിക്ക പെൺകുട്ടികളും ചെയ്യുന്നതാണ് വായ കൊണ്ട് അടച്ചു വെക്കും. അതായത് പിന്നെ ഒന്നും വേണ്ടില്ല, സൈലന്റ് ആയിരിക്കും. എന്ത് ചോദിച്ചാലും മറുപടി ഇല്ല, ഒന്നിനും ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ മിണ്ടാതെ അങ്ങനെ ദേഷ്യം വന്ന പോലെ മുഖം വീർപ്പിച്ചിരിക്കാറുണ്ട്. ഇവിടെ മുഖം വീർപ്പിക്കലൊന്നും ആവശ്യമില്ല, സൈലന്റ് ആയിട്ട് ഇരിക്കുക. പ്രത്യേകിച്ച് ഒന്നും പറയാണ്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ എന്ത് കാര്യം വരുമ്പോഴും സൈലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് രസം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യരുത്. ചെറിയ രീതിയിൽ നിങ്ങൾക്ക് 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇത് അവരെ കൂടുതൽ ചിന്തിപ്പിക്കാനും അവരിൽ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ തയ്യാറാവാൻ സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ ലവ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ലവ് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ പ്രണയിക്കൂ, നിങ്ങൾ സ്നേഹിക്കും, അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് വെച്ചാൽ മതി. ബാക്കിയുള്ളത് മാത്രം പുറത്ത് കാണിക്കുക. ഓവറായിട്ട് നിങ്ങൾ കാണിക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ, അധികമായിട്ട് എന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു വില ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ കെയർ കൊടുക്കുമ്പോൾ, ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുമ്പോൾ, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സമയം കൊടുക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ സീരിയസ് ആയിട്ട് അവർക്ക് കാണാൻ പറ്റില്ല. കാരണം ഇത് ചുമ്മാ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അപ്പൊ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമോട് വരുന്നില്ല. കാരണം നിങ്ങൾ അവൈലബിൾ ആണ്, നിങ്ങൾ അവർക്ക് വേണ്ടി ടൈം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നുണ്ട്, ആവശ്യാനുസരണം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യമൊന്നും അവർക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അതെല്ലാം ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാം. എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പുറത്ത് കാണിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഒരു സീരിയസ്നെസ് അവർക്ക് ഉണ്ടാവില്ല. സോ ഒന്ന് കുറഞ്ഞ രീതിയിലൊക്കെയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു സീരിയസ് റിലേഷൻഷിപ്പിന് അവർ തയ്യാറാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഫോളോ ചെയ്യേണ്ടത്. ശ്രദ്ധയോടുകൂടി എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കാനൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ ഒരു ബന്ധത്തെ സീരിയസ് ആയിട്ട് കാണും. അത് മാത്രമല്ല, അതിലൂടെ നിങ്ങളോട് ഒരു ആത്മാർത്ഥമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒരു പ്രണയം തോന്നും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. സോ ഇതെല്ലാവരും ഫോളോ ചെയ്യുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്